എന്തായാലും ശ്രീ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയമാണ്. ഈ PMCയും നമ്മുടെ പത്മശ്രീയുമായിട്ടൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ പത്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഭയക്കുന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പേ തമിഴ്നാട് IITയിലെ പ്രൊഫസർ ഡോക്ടർ കാമകോടിക്ക് പത്മശ്രീ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് കണ്ടപ്പോൾ എന്തിനാണ് എന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഗോമൂത്രത്തിൻ്റെ മെഡിസിനൽ എഫക്റ്റിനെ കുറിച്ചുള്ള പ്രചരണം നടത്തുന്നതിന് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്മ പുരസ്കാരത്തിൻ്റെ വില എന്തുമാത്രം ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രീ എന്ന് ഉദ്ദേശിച്ചത്. ബാക്കി പത്മയെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല, അതിന് പറ്റിയ വേദി ഇതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. എന്തായാലും NEPയും അതേപോലെ PMCയും നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ ഒരുപാട് വിശദമായി സംസാരിച്ചാണ്. NEP നടപ്പിലാക്കുന്ന ഒഴിച്ചു കടത്തുന്നതിന് വേണ്ടി തന്നെയാണ് PMC ഇവിടെ നടപ്പിലാക്കുന്നത്. എന്തായാലും കേരള സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയുന്നുവെങ്കിലും ഞാനിന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു, അദ്ദേഹം സർക്കാരിൻ്റെ ഭാഗമാണല്ലോ, പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നല്ലാതെ ഔദ്യോഗികമായി പിൻവലിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ട്, അതാ സത്യം, യാതൊരു സംശയവും വേണ്ട. ഈ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മാറുന്നതിലും തെറ്റൊന്നുമുള്ള കൂട്ടത്തിലല്ല. അങ്ങനെയാണ് ഞങ്ങളും കരുതുന്നത്, നമ്മളെല്ലാം കരുതുന്നത്. കാരണം 68-ലും 86-ലുമെല്ലാം ദേശീയ വിദ്യാഭ്യാസ നയം പുതിയത് നടപ്പിലാക്കി. ഈ 35 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് വന്നപ്പോൾ അതനുസരിച്ച് ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല, ഉണ്ടാകണം. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യത്തെ മന്ത്രിസഭ തീരുമാനിച്ചത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു UGC നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫീസർ അദ്ദേഹമായിരുന്നു. അന്നത്തെ ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയിൽ പോലും അദ്ദേഹം വന്നതിൻ്റെ രേഖകളുണ്ട്. അങ്ങനെ ഇന്ത്യ മുഴുവൻ സന്ദർശിച്ച് 2 വർഷത്തെ പരിശ്രമത്തിന് ശേഷം തയ്യാറാക്കിയ ഒരു കരട് രേഖ വെച്ചുകൊണ്ടാണ് നമ്മുടെ UGC നടപ്പിലാക്കിയത്. ഞാൻ പറഞ്ഞത് അത്രത്തോളം വിശദമായ ചർച്ചകൾ എല്ലാ മേഖലയിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മേഖലയിലും ചർച്ച നടക്കാതെ ഏകപക്ഷീയമായിട്ട് നടപ്പിലാക്കിയ NEPയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക അജണ്ട ഒന്നുണ്ടെന്നുള്ള കാര്യം സംശയം വേണ്ട. അത് വളരെ വ്യക്തമാണ്. ആ അജണ്ട ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയെന്ന് കേൾക്കുന്നതാണ് ഏറ്റവും വേദനാജനകം. മറ്റൊന്നുമല്ല, അവർ കണ്ടെത്തിയത് അതിലൂടെ കിട്ടുന്ന പണമാണ്. NEP നടപ്പിലാക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് 2018-ൽ തന്നെ 2020 നടപ്പിലാക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ആലോചനകൾ നടന്നു, ഇത് നടപ്പിലാക്കണോ വേണ്ടിയോ. അതിനുശേഷം 21-ൽ പ്രഭാത് പട്നായിക്കിനെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിക്കുന്നു. അദ്ദേഹം ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പക്ഷേ തീരുമാനങ്ങൾ മാറി. അത് മാറിയതിന് ശേഷം അടുത്തൊരാളിനെ, ഡോക്ടർ ശ്യാമപ്രസാദിനെ, പ്രൊഫസർ ശ്യാമപ്രസാദിനെ നിയമിച്ചു. ഗവൺമെൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞു എന്തായിരിക്കണം റിപ്പോർട്ടെന്ന്. അദ്ദേഹം NEP അതേപടി നടപ്പിലാക്കുകയായിരുന്നു. ഒരൊറ്റ വ്യത്യാസം നമ്മൾ പരിശോധിച്ചാൽ കാണാം. വിദ്യാർത്ഥികൾക്കുള്ള എക്സിറ്റ് പോയിന്റ് മാത്രം മാറ്റി. 1, 2, 3 വർഷം 4 വർഷത്തെ കോഴ്സാണ്. അതിൽ വേണമെങ്കിൽ 3-ാം വർഷം കുട്ടികൾക്ക് പുറത്തു പോകാം. നമ്മുടെ മറ്റേ NEPയിലുള്ളത് 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും കുട്ടികൾക്ക് പുറത്തു പോകാം. മറ്റ് രാജ്യങ്ങളിലുള്ളതാണ്. നല്ലതാണത്. കാരണം 1-ാം വർഷം പഠിച്ച കുട്ടിക്ക് മറ്റൊരു തൊഴിൽ കിട്ടി അവന് പോകേണ്ടി വന്നാൽ, അവന് വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നാൽ ആ പഠിച്ചതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് അവൻ പോട്ടെ. 2-ാം വർഷം പഠിക്കുന്നത് ഡിപ്ലോമയുമായി പോട്ടെ. ഇത് മറ്റ് രാജ്യങ്ങളിലുണ്ട്. അങ്ങനെയുള്ള രീതി നടപ്പിലാക്കുന്ന തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് മാറ്റിക്കൊണ്ട് 3 വർഷം ഇവിടെ നിർബന്ധപൂർവ്വം പഠിക്കണമെന്ന് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനിച്ച മറ്റൊരു ഉദ്ദേശമല്ല. 3 വർഷം കുട്ടികൾ ഈ ക്യാമ്പസിൽ കിടക്കണം. അവർ രാഷ്ട്രീയം പഠിക്കണം. അവരെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കണമെങ്കിൽ 3 വർഷം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഉണ്ടാവണം. ഇന്നത്തെ അവസ്ഥ എന്താ? ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസ് ഉൾപ്പെടെയുള്ളിടത്ത് ചെന്നപ്പോൾ ഫസ്റ്റ് ഇയർ പഠിക്കാൻ ചേർന്ന കുട്ടികളിൽ 50% ക്ലാസ്സിലില്ല, വിട്ടുപോയി.
അവർ ഈ രീതിയിൽ പഠിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കണ്ടു. കാരണം ഒന്നാം വർഷം പുതിയ സിലബസ് അനുസരിച്ച് ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ് നിശ്ചയിക്കാൻ കഴിയില്ല. ഒന്നാം വർഷം എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടി പറയാണ് അടുത്ത വർഷം ഞാൻ ഫിസിക്സ് പഠിക്കാൻ പോവുകയാണ്, മൂന്നാം വർഷം ഞാൻ മ്യൂസിക് പഠിക്കാൻ പോവുകയാണ്. അധ്യാപകൻ്റെ വർക്ക് ലോഡ് ഫിക്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് അധ്യാപകരുടെ പരാതി. എന്ത് പഠിപ്പിക്കണം, ഏത് കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലാത്ത ഒരവസ്ഥയിലെത്തി നമ്മുടെ NEP നടപ്പിലാക്കിയതോടുകൂടി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ മിടുക്കന്മാരും പണമുള്ളവനും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് വളരെ കാര്യക്ഷമമായി പഠിച്ച് ഉയർന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും കേരള സർക്കാരിൻ്റെ ആയാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തകർന്നു കഴിഞ്ഞു. ഇന്ന് കേരളത്തിലെ കോളേജുകളിൽ കഴിഞ്ഞ വർഷത്തെക്കാളും 40% വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജുകളിൽ കുറവാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല അക്ഷരാർത്ഥത്തിൽ പഠിക്കണമെന്നുള്ള വിദ്യാർത്ഥികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് അല്ല വിദേശങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് പറയണത് എന്താ, ഇത് ജവഹർലാൽ നെഹ്റു ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള വിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നതിൻ്റെ തകരാറാണെന്നാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ വാദം. NEP കൊണ്ടുവന്നേക്ക് അത് മുഴുവനും അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ്. കാരണം നമ്മുടെ ഭാരത സംസ്കാരം വലിയൊരു സംസ്കാരമുള്ള രാജ്യം തന്നെയാണ്. ആ സംസ്കാരം മുഴുവനും അപ്പോഴുടെ ഭരണത്തിൽ വന്നവർ ചോർത്തിക്കൊണ്ട് പോയി. അതിനുശേഷം നമുക്ക് നമ്മുടെ പഴയ രീതിയിലേക്ക് പോകണം. പഴയ രീതി എന്ന് പറയുമ്പോൾ ചരിത്രം പഠിക്കണം, മാഡം പറഞ്ഞ പോലെ സത്യങ്ങൾ പഠിക്കണം, ചരിത്ര രേഖയിലുള്ളത് നമ്മുടെ കുട്ടികൾ പഠിക്കണം. BC-യിലുണ്ടായിരുന്ന നമ്മുടെ സോമനാഥത്തെ അശോക സ്തംഭം തീർച്ചയായിട്ടും ഒരു വലിയ എഞ്ചിനീയറിംഗ് സ്കില്ല് തന്നെയാണ്. അതിലുള്ള സിമം തന്നെയാണ് നമ്മുടെ നാഷണൽ എംബ്ലം. അപ്പോൾ അത്രത്തോളം എഞ്ചിനീയറിംഗ് സ്കില്ല് ഉണ്ടായിരുന്ന വൈദഗ്ധ്യമുണ്ടായിരുന്ന ആൾക്കാർ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ആ സത്യം പഠിക്കണം. അതിന് പകരം നമ്മുടെ പ്രാചീന കാലത്തെ കെട്ടുകഥകൾ പഠിപ്പിക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഒരു അജണ്ടയാണ് കേന്ദ്ര സർക്കാരിന് NEP-യിലൂടെ ഉണ്ടത് എന്നുള്ള സത്യം തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതിനെതിരായിട്ടായിരിക്കണം നമ്മുടെ സമരം. ആ NEP വികൃതമായ രീതിയിലുള്ള ഈ NEP നടപ്പിലാക്കുന്നതിന് ഗവൺമെൻറ് കണ്ടെത്തിയൊരു മാർഗമാണ് PMC. അതും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പണത്തിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് അവിടെയും കരാറ് കൊടുക്കും. പണം മാത്രം മതി. അത് കേന്ദ്ര സർക്കാരിന് അറിയാം. പണത്തിൽ വീഴുന്നവരാണല്ലോ ഭൂരിപക്ഷവും. ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാരും പണത്തിൻ്റെ മുമ്പിൽ വീണു എന്നുള്ളതാണ് സത്യം. NEP നടപ്പിലാക്കിയതോടുകൂടി 1500 കോടി രൂപ വർഷം തന്നെ ലഭിച്ചു. ഇപ്പോൾ PM ഉഷ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. അത് മാർച്ച് 31 നടപ്പിലാക്കുന്നതിന് വേണ്ടി സർവകലാശാല വ്യാപകമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അതും കുറച്ച് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. കേന്ദ്രം കുറേ ഫണ്ട് വച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളെ വിലക്കെടുക്കുവാനുള്ള ശ്രമമാണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് നമ്മുടെ ഫെഡറൽ സംവിധാനം തകർക്കപ്പെടും, നമ്മുടെ ഫെഡറൽ വിദ്യാഭ്യാസ സമ്പ്രദായം തകർക്കപ്പെടും, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നമ്മുടെ കൾച്ചർ പഠിക്കുവാനുള്ള നമ്മുടെ കുട്ടികളുടെ അവകാശം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് മുഴുവനും കേന്ദ്രം കൈയടക്കാൻ പോവുകയാണ്. UGC എന്ന് പറയുന്ന 1949 നടപ്പിലാക്കിയ ആ UGCയെ നിർത്തലാക്കാൻ പോവുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് പുതിയ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന രീതിയിൽ അവിടെ ഹയർ എഡ്യൂക്കേഷൻ മുഴുവനും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരികയാണ്. ഇവിടെ ഉണ്ടായിരുന്ന UGCയും AICTയും അതേപോലെ NCT തുടങ്ങിയ സ്ഥാപനങ്ങളെ മുഴുവനും വൈൻഡപ്പ് ചെയ്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ബില്ല് വായിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് എന്താ, ഇത് മുഴുവനും കേന്ദ്ര സർക്കാരിൻ്റെ ബ്യൂറോക്രാറ്റ്സിൻ്റെ കയ്യിലെത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പിടിയിലമർത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങളുടെ അഭിപ്രായങ്ങളും നടപ്പിലാക്കാനുള്ള വേദിയാക്കി NEPയും PMC മാറുമ്പോൾ അതിനെതിരായിട്ടുള്ള ശബ്ദം നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സർക്കാർ അതിനോടൊപ്പം ഉണ്ടെങ്കിലും നമ്മുടെ ജനങ്ങൾ കൂടെ ഉണ്ടാവണം.
അതിനുവേണ്ടിയുള്ള തുടക്കമാകട്ടെ നമ്മുടെ ഈ സമിതിയുടെ പ്രവർത്തനമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അതിന് എല്ലാവിധ ആശംസകളും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഈ സമിതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഭാരത്.